ഇന്ത്യയിൽ വാമന സങ്കല്പത്തിലുള്ള വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ചിങ്ങമാസത്തിലെ ഓണം അഥവാ തിരുവോണമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ഉത്സവം. തിരുവോണം മഹാവിഷ്ണുവിൻ്റെ തിരുനാളായും വാമനന്റെ അവതാര ദിവസമായും മഹാബലി അനുഗ്രഹിക്കപ്പെട്ട ദിവസമായും ആഘോഷിക്കപ്പെടുന്നു. ഓണാഘോഷം ഈ ക്ഷേത്രത്തിൽ കെങ്കേമമായിട്ടാണ് നടക്കുന്നത്. അത്തം നാൾ മുതൽ 10 ദിവസം ഈ ക്ഷേത്രത്തിൽ ഉത്സവമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഭക്തപ്രഹ്ലാദൻ്റെ പേരമകനായിരുന്നു മഹാബലി. അദ്ദേഹം ഒരുപാട് യജ്ഞങ്ങളും മറ്റും നടത്തി പുണ്യം നേടി. മികച്ച ഒരു ഭരണാധികാരിയായി പേരെടുത്ത അദ്ദേഹത്തെ എല്ലാവരും ആദരിച്ചു. സ്വർഗലോകം കൂടി തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരാനാണ് മഹാബലി ആഗ്രഹിച്ചത്. ഇതിൽ ഭയം പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ വിഷ്ണു വാമനനായി അവതരിച്ച് മഹാബലിയുടെ യാഗശാലയിലെത്തി 3 അടി മണ്ണ് യാചിച്ചു. ആദ്യത്തെ അടി കൊണ്ട് ആകാശവും രണ്ടാമത്തെ അടി കൊണ്ട് ഭൂമിയും പാതാളവും അളന്ന ഭഗവാൻ അവസാനത്തെ അടിക്കായി സ്ഥലം കണ്ടെത്താൻ വിഷമിച്ചപ്പോൾ മഹാബലി തൻ്റെ തല തന്നെ കാണിച്ചു കൊടുത്തു. പ്രസാദിച്ച ഭഗവാൻ തൻ്റെ 3ാമത്തെ അടി കൊണ്ട് മഹാബലിയെ അനുഗ്രഹിച്ച് അദ്ദേഹത്തെ സുതലം എന്ന ലോകത്തിൻ്റെ അധിപനാക്കി. എല്ലാ വർഷവും ഭഗവാന്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ എല്ലാവിധ സമൃദ്ധിയോടെയും തൻ്റെ പ്രജകളെ കാണാനുള്ള അനുഗ്രഹവും ഭഗവാൻ മഹാബലിക്ക് നൽകി. പിന്നീട് ഈ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം കേട്ടറിഞ്ഞ് കപില മഹർഷി മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താനായി കഠിന തപസ് ചെയ്യാൻ ഇവിടെ എത്തി എന്നാണ് ഐതിഹ്യം. ഏറെ നാൾ നീണ്ടുനിന്ന കഠിന തപസ്സിനൊടുവിൽ ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം നൽകുകയും മഹർഷിയുടെ ആഗ്രഹപ്രകാരം ഭഗവാൻ ഇവിടെ തന്നെ നിത്യവാസം കൊള്ളാനും തീരുമാനിച്ചു. വാമന അവതാരത്തിൻ്റെ ഭഗവാന്റെ പാദം വന്നു പതിച്ച സ്ഥലം എന്ന അർത്ഥത്തിലാണ് തിരുക്കാൽക്കര എന്ന പേര് ഈ സ്ഥലത്തിന് വന്നത്. പിന്നീട് ചുരുക്കത്തിൽ തൃക്കാക്കരയായി മാറി. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണവുമായി ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ ബന്ധമുണ്ട്. ചേര സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് കേരളത്തിൽ ഓണം ആഘോഷിച്ചു തുടങ്ങിയത് എന്നും കഥകളുണ്ട്. മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളിൻ്റെ രാജ്യാതിർത്തിക്കുള്ളിലായിരുന്നു തൃക്കാക്കര. തൃക്കാക്കര ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിൽ നടത്തി വന്നിരുന്ന ഉത്സവം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും ആചരിക്കണം എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. അതേ തുടർന്നാണ് കേരളത്തിൽ ഓണാഘോഷം തുടങ്ങിയത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തിയാണ്. വാമനഭാവമാണെങ്കിലും പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റേതാണ്. പാൽപായസം, അപ്പം, അട, ഉദയാസ്തമന പൂജ, കളഭാഭിഷേകം, തുളസിമാല തുടങ്ങിയവയാണ് ഇവിടത്തെ പ്രധാന വഴിപാടുകൾ. ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം ചിങ്ങമാസത്തിൽ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന തിരുവോണ മഹോത്സവമാണ്. ആദ്യകാലത്ത് കർക്കിടകത്തിലെ തിരുവോണം മുതൽ ചിങ്ങത്തിലെ തിരുവോണം വരെ 28 ദിവസം ഉത്സവമുണ്ടായിരുന്നു. പിന്നീട് ചിങ്ങമാസത്തിലെ അത്തം കൊടിയേറിയുള്ള ഉത്സവമായി ചുരുങ്ങി. ഇന്നും ഇത് അതേപോലെ ആചരിച്ചു വരുന്നുണ്ട്. ഉത്സവകാലത്ത് ഈ 10 ദിവസവും രാവിലെ ശ്രീഭൂത ബലി ഉണ്ടാകും. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷപ്പെട്ട ചടങ്ങാണ് ദശാവതാര ചാർത്ത്. തിരുവോണ മഹോത്സവത്തിൻ്റെ ഈ 10 ദിവസങ്ങളിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൽ 10 അവതാരങ്ങളുടെ രൂപത്തിൽ ചന്ദനം ചാർത്തുന്നതാണ് ഈ ചടങ്ങ്. ഓരോ ദിവസവും മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ രൂപങ്ങളിൽ ഭഗവാൻ ചന്ദനം ചാർത്തുന്നു. തിരുവോണ മഹോത്സവത്തിൻ്റെ ഈ ദശാവതാര ചാർത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 5ാം നാളിലെ വാമന ദർശനം. അവസാന നാളിൽ കൽക്കി ദർശനം കഴിഞ്ഞാൽ വാമനൻ്റെ മറ്റൊരു രൂപമായ ത്രിവിക്രമൻ്റെ രൂപത്തിലും ചന്ദനം ചാർത്തുന്നുണ്ട്. ക്ഷേത്രനടയിൽ 10 ദിവസവും പൂക്കളമിടും. കൊടിമര ചുവട്ടിൽ പ്രത്യേക സ്ഥലത്ത് ചാണകം മെഴുകി അതിൻ്റെ മേലെ പല വർണ്ണങ്ങളിലുള്ള പൂക്കളം ഇട്ടുകൊണ്ടാണ് ചടങ്ങ് നടത്തുന്നത്. ഓരോ ദിവസവും പൂക്കളത്തിൻ്റെ വലിപ്പം കൂട്ടിക്കൂട്ടി കൊണ്ടുവരും. തിരുവോണം നാളിൽ വലിയ പൂക്കളമായിരിക്കും ഉണ്ടാവുക. പൂരാടം നാളിലാണ് ഉത്സവത്തിനിടയിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഉത്സവ ബലി നടത്തുന്നത്. നിത്യേന നടക്കുന്ന ശീവേലിയുടെയും ശ്രീഭൂത ബലിയുടെയും വിസ്തരിച്ച രൂപമാണ് ഉത്സവ ബലി. ഉത്സവത്തിൻ്റെ അവസാന ദിവസങ്ങളായ ഉത്രാടത്തിനും തിരുവോണത്തിനും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് വിഭവ സമൃദ്ധമായ സദ്യ നൽകാറുണ്ട്. ക്ഷേത്രം വക ഓഡിറ്റോറിയത്തിലാണ് സദ്യ നൽകുന്നത്. കള്ളവും ചതിയുമില്ലാതിരുന്ന ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലായി ഈ ചടങ്ങ് നിലനിൽക്കുന്നു.
ഈ ദിവസങ്ങളിൽ തന്നെയാണ് ക്ഷേത്രത്തിലെ വെടിക്കെട്ടും നടക്കുന്നത്.